സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നതുപോലൊരു അവസ്ഥ നമ്മുടെ വണ്ടിയെ സ്നേഹിക്കുന്ന വണ്ടി സ്നേഹികൾക്ക് വരല്ലേ എന്നാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരാതിരിക്കട്ടെ. അപ്പോൾ ഇന്നൊരു ചെറിയ ഒരു പണി കിട്ടിയൊരു ദിവസം എന്ന് വേണേൽ നമുക്ക് പറയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആറ്റത്തിൻ്റെ AC അടിച്ചു പോയി ഗൈസ്. അടിച്ചു പോയെന്ന് പറയാൻ പറ്റത്തില്ല, എന്തോ സംഭവിച്ചു, AC എടുക്കുന്നില്ല. അപ്പോൾ AC എങ്ങനെയാണ് എടുക്കാതെ വന്നത് എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ AC ഓണാക്കുന്ന സമയത്ത് കംപ്രസർ എടുക്കാൻ തന്നെ നമ്മുടെ വണ്ടിയിൽ ഒരു ലോഡ് വരും. അപ്പോൾ ആ ഒരു ലോഡ് നമുക്ക് ഫീൽ ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും കംപ്രസർ എടുത്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ സെന്നിൽ വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ AC കംപ്രസർ. ഇത് നമ്മുടെ കണ്ടൻസറിൻ്റെ ബാക്കിലെ കണ്ടൻസറിൻ്റെ ആ ഒരു കൂളിംഗ് ഫാൻ ഇരിപ്പുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഡ്രയർ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമ്മുടെ പൈപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ACയുടെ മെയിൻ പൈപ്പ്. അത് കൂളിംഗ് അകത്തേക്ക് കൊണ്ടുപോകുന്ന പൈപ്പാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ AC കൂളാവുന്നില്ലെന്ന് പറഞ്ഞാൽ ഈ ഒരു പൈപ്പിൽ വെച്ചിട്ട് നമ്മളൊന്ന് പിടിച്ചു നോക്കാം. അപ്പോൾ തണുപ്പും കാര്യങ്ങളും ഉണ്ട്. ഈ പൈപ്പ് നോർമലി തണുത്താണ് ഇരിക്കുന്നത്, തണുപ്പില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പണി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ AC ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. യാതൊരു വിധ ലോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ജസ്റ്റ് സ്റ്റാർട്ടായി കിടക്കുന്ന ആ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കംപ്രസറും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. അതേപോലെ നമ്മുടെ ഇതിനകത്ത് AC ഗ്യാസ് ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. അതേപോലെ തന്നെ ഇവിടം വഴി നമുക്കൊരു ഗ്യാസ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മൂവ് ചെയ്യുന്ന കാണാൻ സാധിക്കും നമ്മുടെ AC ഗ്യാസ് ഉള്ള സമയത്ത്. അപ്പോൾ എന്താണ് സംഭവം, എവിടെയാണ് ലീക്ക്, കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ എന്തിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വന്നതാണ്, എത്ര രൂപ ചിലവാകുമെന്നൊക്കെ. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ കിടക്കുന്നത് പണി കിട്ടിയത് വേണേൽ പറയാം. കാരണം നമ്മുടെ വണ്ടിയുടെ കൂളിംഗ് കോയിൽ കംപ്ലയിൻ്റ് ആയിരിക്കുകയാണ്, കൂളിംഗ് കോയിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗ്യാസ് ലീക്കായത്. അപ്പോൾ അവർ ഡാഷ്ബോർഡും കാര്യങ്ങളും എല്ലാം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ എന്താ സംഭവം പറഞ്ഞോ. ഇതിൻ്റെ കൂളിംഗ് കോയിൽ ലീക്കാണ്. കൂളിംഗ് കോയിൽ ലീക്കായി അടിച്ചു പോയി. കൂളിംഗ് കോയിൽ അടിച്ചു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റീപ്ലേസ് ചെയ്യാൻ നടക്കത്തുള്ളൂ. കാരണം ഇത് വെൽഡ് ചെയ്യാൻ പറ്റുന്ന ഇതല്ല. ഇപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് അഴിച്ചെടുത്തിട്ട് കൂളിംഗ് കോയിൽ എടുത്ത് മാറാൻ വേണ്ടി അഴിച്ചു. സാധനം അവൈലബിൾ ആണ്, ഫ്രഷ്. നമുക്ക് ഏത് പാർട്സും അവൈലബിൾ ആണ്. വില നമുക്ക് നോക്കാം. അത് അവർ പറഞ്ഞിരിക്കുന്നത് 3,800 പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സാധനം 2 മോഡൽ വരുന്നുണ്ട്. ഈ മോഡൽ കൊണ്ട് കാണിച്ചിട്ട് നമുക്ക് ആ സാധനം എടുക്കാം. ഓക്കെ, എറണാകുളം പോവാണ് ഉച്ച കഴിഞ്ഞിട്ട് സാധനം. അതുപോലെ വണ്ടി വർക്ക്ഷോപ്പിൽ ഇടിക്കുന്നില്ല അല്ല, ഇന്ന് തന്നെ തരത്തില്ലേ ഇത്? ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞ് എറണാകുളം പോയി സാധനം കളക്ട് ചെയ്ത് കൊണ്ടുവരിക. വണ്ടി വർക്ക്ഷോപ്പിൽ ഇടുന്ന വഴിയില്ല, കാരണം പറ്റത്തില്ല, വണ്ടി നമ്മുടെ കൂടെ തന്നെ എപ്പോഴും വേണം. അപ്പം ഇതൊക്കെയാണ് നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഒരു നല്ല വശങ്ങൾ മാത്രമേ മിക്ക വണ്ടികളുടെയും കാണാറുള്ളൂ. ഇതേപോലെ ബാക്കിലും ഒരുപാട് എന്ന് പറഞ്ഞാൽ നമുക്കത് ഇഷ്ടമാണ്, കാരണം നമ്മൾ ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ACയുടെ ഭാഗത്ത് യാതൊരു വിധ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. 2 ദിവസത്തെ കഷ്ടപ്പാട് അല്ലേക്കാ, 2 ദിവസത്തെ കഷ്ടപ്പാടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ തന്നെ വിഷമമായി പോയി. എന്തൊക്കെയോ അത് പറഞ്ഞു കൊടുത്തു, എന്താ സംഭവം എന്ന് പറഞ്ഞു കൊടുത്തു. എന്താ സംഭവിച്ചത് 2 ദിവസം? എൻ്റെ കൂളിംഗ് കോയിൽ കറക്റ്റ് കിട്ടാനില്ല, അവൈലബിൾ അല്ല. പിന്നെ നമുക്ക് സൂട്ട് ചെയ്യാൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. നമ്മൾ സൂട്ട് ചെയ്യാൻ വേണ്ടി അത് കൊണ്ടുപോയി വെൽഡ് ചെയ്യാൻ ഇവിടെ നമ്മുടെ കോയിൽ കോയിൽ എടാ കൂളിംഗ് കോയിലൂടെ എയർ അടിച്ച് ലീക്ക് ചെക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പൈപ്പ് മാറ്റി പിടിപ്പിക്കാൻ വേണ്ടിയാണ് 2 ദിവസം. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കോയിൽ അതിൻ്റെ അകത്തുള്ള ഈ അറ്റം വ്യത്യാസമാണ്, അതായത് പുതിയതിൻ്റെ ആയിട്ട്. അപ്പോൾ നമ്മളത് സ്യൂട്ട് ചെയ്യാനായിട്ട് മാറ്റി പിടിപ്പിച്ച് അങ്ങനെ ആദ്യത്തെ ദിവസം ഞങ്ങൾ ചെന്നു. അവിടെ ചെന്ന് ഈ കോയിൽ മേടിച്ചുകൊണ്ട് വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും പൈപ്പ് വ്യത്യാസം. പിന്നെ രണ്ടാമത് കൊണ്ടുവന്ന് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ട് വന്ന് എൻ്റെ ദൈവം ഓർക്കാൻ കൂടി വയ്യ. അങ്ങനെ പ്രശ്നം മാറിയിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ എല്ലാം ക്ലിയർ ആണ്, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്കൊരു ഫിൽറ്റർ ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ കൂളിംഗ് കോയിലിൻ്റെ അവസ്ഥ കണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് അതേപോലെ പൊടി കയറിയിട്ടുകൊണ്ടാണ് നമുക്ക് അതിന് നമ്മളൊരു സൊല്യൂഷനായിട്ട് ഒരു ഫിൽറ്റർ ഇതിൻ്റെ അകത്ത് സൂട്ട് ചെയ്യുകയാണ്. ഈ ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഇതേപോലുള്ള കൂളിംഗ് കോയിലൊക്കെ പെട്ടെന്ന് ഡാമേജ് ആകുക, അല്ലെങ്കിൽ നമുക്ക് എയർ ഫ്ലോ കിട്ടാതെ വരുന്നുള്ള പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു നമ്മുടെ ഓൾട്ടോയുടെ കൂളിംഗ് ഇതാണ്, ഫിൽറ്ററാണ്. നമ്മൾ ഈ കവറിൽ സൂട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തരികയാണ്. ഏകദേശം എല്ലാം സെറ്റായി. ഇപ്പോൾ നമ്മൾ വാക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയർ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ലീക്കൊന്നുമില്ല, എല്ലാം ചെക്ക് ചെയ്തു. ലീക്ക് എയർ അടിച്ചിട്ട് പക്ക ഓക്കെ. ഏതാ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ലീക്ക് ആദ്യം നോക്കുന്നത്. ഫസ്റ്റ് നോക്കുന്നത് ഗ്യാസ് അടിക്കുന്നതിന് മുമ്പ് ലീക്ക് ചെക്ക് ചെയ്യും. ലീക്ക് ചെക്ക് ചെയ്ത് നമ്മൾ പ്രഷർ കയറ്റി ഹോൾഡ് ചെയ്യും. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ ഹോൾഡ് ചെയ്യും. അത് ലീക്കില്ലാന്ന് കൺഫേം ആയി കഴിയുമ്പോഴാണ് നമ്മളുടെ വാക്കത്തിന് ഇടുന്നത്. വാക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് കയറ്റുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ വാക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഗ്യാസ് ഫില്ല് ചെയ്യണം.
ഇതാണ് നമ്മുടെ ഗ്യാസ് 134A. എല്ലാ വണ്ടിക്കും ഇതാണ് 134A ഇപ്പോൾ വരുന്നത്. നമ്മുടെ കംപ്രസർ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഗ്യാസ് കയറുന്നതിനാണോ വെട്ടല്ലേ? ഗ്യാസ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നീഡിൽ സ്റ്റഡി ആയണ്ട. ഈ ഒരു പൈപ്പ് കണ്ട, ഈ പൈപ്പാണ് നമ്മുടെ തണുപ്പ്. നമുക്ക് കറക്റ്റ് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ തണുത്ത് തുടങ്ങാൻ നേരം. ജസ്റ്റ് അകത്തോട്ട് കൂടെ ചെക്ക് ചെയ്യുക. ഹരി വണ്ടി തണുത്തറ. ഓക്കേ, തണുപ്പ് വരാൻ തുടങ്ങി. ആഫ്റ്റർ എ ലോങ് ടൈം ഇപ്പോഴാണ് മുഖത്തൊരു പ്രസന്നത വന്നത്. സത്യം 2 ദിവസമായിട്ട് ഭയങ്കര സീനായിരുന്നു. വണ്ടിയുടെ ആ ഒരു AC കംപ്ലൈൻ്റ് ആയി. വണ്ടി 2 ദിവസം ഇവിടെ കിടന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും സെറ്റായിട്ടുണ്ട് കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ AC ഇപ്പോൾ കൃത്യം ഒരു 1.5 ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ് നമ്മളത് ഉപയോഗിച്ച് നോക്കി. കാരണം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പഴയ കോയിൽ മാറ്റി പുതിയ കോയിലിൽ കുറേ അധികം ഓൾട്രേഷൻസ് വരുത്തിയിട്ടാണ് നമ്മുടെ വണ്ടിയിലേക്ക് നമ്മൾ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നതുപോലൊരവസ്ഥ നമ്മുടെ വണ്ടിയെ സ്നേഹിക്കുന്ന വണ്ടി സ്നേഹികൾക്ക് വരല്ലേ എന്നാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ 1.5 ആഴ്ചത്തെ ഉപയോഗത്തിന് ശേഷം നമ്മുടെ വണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് ഓർത്തു. ഉടനെ തന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഇതിന് കൂളിംഗ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി അങ്ങനെ നമ്മളിത് ഇപ്പം ഒരു കൃത്യം പറഞ്ഞാൽ ഒരു 1.5 ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ AC ആവുകൊണ്ട് മാറ്റം വരുത്തിയിട്ട് ഇറക്കിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ AC ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് ഒന്ന് ഞാൻ തുറക്കാം. കേട്ടാ സൗണ്ട് കേട്ടാ? അപ്പോൾ ഇതാണ് AC ഓൺ ആവാൻ നേരമുള്ള നമ്മുടെ വണ്ടിയുടെ സൗണ്ട്. കണ്ടോ ഈ ഒരു സൗണ്ട് കേട്ടോ? അതായത് ഒന്ന് റേസ് ആയതുണ്ടോ വണ്ടി? ഇതാണ് നമ്മുടെ AC ഓൺ ആവാൻ നേരമുള്ള സൗണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ പോകുന്നുണ്ടോ? ഇതാണ് നമ്മുടെ AC ഗ്യാസ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഈ സൗണ്ട് നമ്മുടെ വണ്ടിക്ക് ഇല്ലായിരുന്നു. നിങ്ങൾക്ക് അറിയാം, ഞാൻ നേരത്തെ ക്ലിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. യാതൊരു വിധ ലോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ജസ്റ്റ് സ്റ്റാർട്ടായി കിടക്കുന്ന ആ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ AC വർക്കിംഗ് ആയപ്പോൾ ഉള്ള സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ AC കട്ടായിരുന്നു, ഫുള്ള് കംപ്ലൈൻ്റ് ആയിരുന്നു. അത് ഗ്യാസ് പോയ വിഷയമായിരുന്നു. ഈ ഒരു പൈപ്പ് ഉണ്ടോ? ഈ ഒരു പൈപ്പാണ് നമ്മുടെ AC കൂളാക്കുന്നത്. നമുക്ക് അറിയാനുള്ളൊരു വഴി. നമ്മുടെ AC കൂളാവുന്നുണ്ടോ? ഇതിലിപ്പോൾ വെള്ളം നിൽക്കുന്നുണ്ടോ? വെള്ളം കണ്ടോ? നേരത്തെ വെള്ളമൊന്നുമില്ല. ഈ പൈപ്പ് നോർമൽ ഒരു സാധാ ഒരു പൈപ്പ് പോലെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പൈപ്പാണ് മെയിൻ. ഇതാണ് നമ്മുടെ കൂളറിലേക്ക്, അതായത് നമ്മുടെ കോയിലിലേക്ക് പോകുന്ന പൈപ്പാണ്. നമ്മൾ നേരത്തെ ഓൾട്രേഷൻ വരുത്തിയ കോയിലിലേക്ക് പോകുന്ന പൈപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ആ AC ചെയ്തൊരു വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, ശരിക്കും അവരുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ രണ്ടാമത് നമുക്ക് AC ചെയ്യാൻ സാധിച്ചത്. അത് ശരിക്കും നമ്മൾ അവിടുത്തെ ആ ഷോപ്പ് പോകണം, നമ്മുടെ ഇക്കാനെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പുള്ളിക്കാരൻ നമുക്ക് ഓരോ നിമിഷം സപ്പോർട്ടായിരുന്നു തന്നുകൊണ്ടിരുന്നത്. കാരണം ഇതിൻ്റെ കോയിൽ പല സ്ഥലങ്ങളിൽ വിളിക്കുന്നത്, കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിളിച്ച് ചോദിച്ചിട്ടും അവിടെ ഒന്നും ഈ കോയിലില്ല. പിന്നെ അവസാനത്തെ ഓപ്ഷനാണ് ഓൾട്രേഷൻ ചെയ്യാന്നുള്ളത്. അതായത് നമ്മുടെ വണ്ടിയിൽ 2003 മോഡലിൽ തന്നെ ഡെൻസോ അല്ല നമ്മുടെ സുബ്രോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 2 AC ആണ്. അതായത് 2 ടൈപ്പ് AC ആണ് ആ വർഷം ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ വണ്ടിക്ക് സുബ്രോസിൻ്റെ ആദ്യത്തെ മോഡൽ AC ആണ് ഇരുന്നിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള AC ആണ് അതിൻ്റെ കോയിലായിരുന്നു നമുക്കിപ്പോൾ കിട്ടിയത്. ലുക്കിലൊക്കെ ഒരേപോലായിരുന്നു, പക്ഷേ ഇതിൻ്റെ പൈപ്പുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ കോയിലിൻ്റെ ആ ഒരു പൈപ്പ് കട്ട് ചെയ്ത് നമ്മുടെ പുതിയ കോയിലിൻ്റെ പൈപ്പിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനൊരു ഓപ്ഷനുള്ളൂ. അങ്ങനെ സ്ഥലങ്ങൾ വിളിച്ചു കോയിൽ കിട്ടാനില്ല. ലാസ്റ്റുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെൽഡിംഗ് വർക്ക്ഷോപ്പ്. അത് സാധാ വെൽഡിംഗ് അല്ല, അലൂമിനിയം വെൽഡിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ അലൂമിനിയം വെൽഡിംഗ് വർക്ക്ഷോപ്പും തപ്പി കുറേ നേരം നടന്നു. അങ്ങനെ എറണാകുളം ചെന്നു. അങ്ങനെ എറണാകുളത്ത് ചെന്ന് അവിടെ നിന്നാണ് ഈ ഒരു അതായത് ഈ അലൂമിനിയം വെൽഡ് ചെയ്യുന്ന ആളെ കണ്ടെത്തി അയാളുടെ അടുത്ത് കൊണ്ട് കൊടുത്ത് അത് വെൽഡ് ചെയ്യിച്ചെടുത്തു. ആദ്യം വെൽഡ് ചെയ്തിട്ട് റെഡിയായില്ല, ലീക്ക് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് അവിടെ വെച്ച് വെൽഡ് ചെയ്യിച്ച് രണ്ടാമത് ഒന്നുകൂടെ പോയി 3-4 തവണ എറണാകുളം പോയെന്ന് ഇവിടെ പറയാം. ആദ്യം കോയിലെടുക്കാൻ പോയി, ശരിയായില്ല. രണ്ടാമത് വെൽഡ് ചെയ്യാൻ കൊടുക്കാൻ പോയി, ശരിയായില്ല. പിന്നെ 3ാമത് പോയിട്ടാണ് നമ്മൾക്കത് റെഡിയാക്കി കിട്ടിയത്. നമ്മുടെ ഈ ഒരു AC യുടെ ആ ഒരു കോയിൽ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഏകദേശം ഒരു 30,000 രൂപയുടെ നമുക്ക് ചിലവ് വന്നേനെ. AC ഫുള്ളായിട്ട് മാറാം. നമ്മൾ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഞാൻ സ്നേഹിക്കുന്ന നമ്മുടെ വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ AC ഇല്ലാതെ ഓടിക്കുന്ന പ്രശ്നമില്ല. ഫുള്ള് മാറുക എന്നൊരു ഓപ്ഷൻ നമ്മൾ ചെയ്തിരിക്കും, ഉറപ്പായിട്ടും ചെയ്തിരിക്കും. പക്ഷേ അതിലേക്ക് ഞാനത് മാറാം. ലാസ്റ്റ് പറഞ്ഞു പുള്ളിയെടുത്ത് ഇരിക്കാം, നമുക്കത് മാറാം, വേണേ മൊത്തത്തിൽ അങ്ങ് മാറാം. പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ നോർമലി മറ്റുള്ള വർക്ക്ഷോപ്പുകാരാണ് എന്ത് ചെയ്യും, മെനക്കെടാതെ തന്നെ പറയും നമുക്കത് മൊത്തം മാറിയേക്കാം. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നോക്കാം. ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനും പറ്റാത്ത സിറ്റുവേഷൻ വരുന്നാൽ മാത്രം നമുക്കത് മാറിയാൽ മതി. അങ്ങനെ വേണം ഒരു വർക്ക്ഷോപ്പുകാരനാവാൻ. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു AC യുടെ വർക്ക്, അതായത് AC യിലെ ഏറ്റവും മെയിൻ കംപ്രസർ പോലെ തന്നെ മെയിൻ ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ കൂളിംഗ് കോയിൽ എന്നുള്ളത്. ആ കോയിൽ മാറിയപ്പോൾ നമുക്ക് എത്ര രൂപ ചിലവായി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ കോയിൽ പുതിയത് വാങ്ങിയപ്പോൾ എറണാകുളത്ത് നിന്നാണ് വാങ്ങിയത്, വൈറ്റിൽ അവിടെ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ആ ഒരു കോയിലിൻ്റെ വിലയെന്ന് പറയുന്നത് 3800 4000 രൂപ അടുത്തായി. 3800 രൂപയാണ് നമുക്ക് ഒരു കോയിലിന് ചിലവ് വന്നത്.
അതേപോലെ തന്നെ നമുക്ക് അത് രണ്ടാമത് വെൽഡ് ചെയ്യാനായിട്ട് അലൂമിനിയം വെൽഡിങ് ചെയ്യാനായിട്ട് 1000 രൂപ എക്സ്ട്രാ ആയിട്ടും. അപ്പോൾ 4800 രൂപയാണ് നമുക്ക് ഈ ഒരു സാധനത്തിന്. അതായത് പിന്നെ ചിലവുണ്ട് കേട്ടോ, പെട്രോൾ എക്സ്പെൻസ് അവിടം വരെ ചെയ്യുന്നത്. എങ്ങനെ പോയാലും നമുക്കൊരു 5500 രൂപ നമുക്ക് എക്സ്പെൻസ് കൂട്ടാം കോയിൽ മാറി വന്ന്. പിന്നെ നമ്മുടെ അഡീഷണലി നമുക്ക് പുള്ളിക്കാരൻ ഒരു 1000 രൂപ നമ്മൾ കൊടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ 1000 രൂപ പുള്ളിക്കാരന് കൊടുത്തു. ടോട്ടലി നമുക്കൊരു 6500 രൂപയുടെ അടുത്ത് നമുക്ക് ഈ ഒരു കൂളിംഗ് കോയിൽ മാറി വന്നപ്പോഴത്തേക്കും ചിലവായിട്ടുണ്ട്. നിങ്ങളുടെ വണ്ടിയുടെ AC കംപ്ലൈൻറ്റ് ആണെങ്കിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഇക്കയുടെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവരാം. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ, നിങ്ങൾക്കൂടെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ വണ്ടിയിലെ ACയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റോ എന്തെങ്കിലും ഇഷ്യൂ ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ തള്ളി വിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു ഇക്കാനെ വിളിച്ചെന്ന് സംസാരിക്കുക. അതിനെന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ പുള്ളിക്കാരൻ ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം ഉപകാരപ്രദം തോന്നിക്കഴിഞ്ഞാൽ AC ഇല്ലാത്ത നിങ്ങളുടെ ചങ്കിലേക്ക് ഷെയറോടെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെയും ഗോവിന്ദ്.